പ്രകൃതിയുടെ താളപ്പിഴകൾ മനുഷ്യരാശിയെ വീണ്ടും വലിയൊരു ഭീതിയിലാഴ്ത്തുകയാണ്. 2026 കാലവർഷം ഇന്ത്യയിൽ പതിവിലും വൈകി. തികച്ചും അപ്രതീക്ഷിതമായ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശാന്തസമുദ്രത്തിൻ്റെ അഥവാ പസഫിക് മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ രൂപം കൊള്ളുന്ന അസാധാരണമായ താപവർദ്ധനവ് കേവലം ഒരു പ്രാദേശിക പ്രതിഭാസമല്ല, മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ കാലാവസ്ഥാ വ്യവസ്ഥയെയും ഒറ്റയടിക്ക് തകിടം മറിക്കാൻ ശേഷിയുള്ള എൽനീനോ എന്ന ഭീകരൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രൂപം കൊള്ളുന്നത് ഒരു സൂപ്പർ എൽനീനോ ആകാനുള്ള സാധ്യതകളാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലയെയും കുടിവെള്ള ലഭ്യതയെയും സാരമായി ബാധിക്കുന്ന വരൾച്ച മുതൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവപ്പെടാൻ പോകുന്ന ചുട്ടുപൊള്ളുന്ന ചൂടും അപ്രതീക്ഷിത മിന്നൽ പ്രളയങ്ങളും വരെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ നീണ്ട പട്ടികയിലുണ്ട്. എന്തുകൊണ്ടാണ് 2026 എൽനീനോ ഇത്രത്തോളം അപകടകാരിയാകുന്നത്? നമ്മുടെ മൺസൂൺ മഴയെ ഇതെങ്ങനെയാണ് വഴിതിരിച്ചു വിടുന്നത്? വിശദമായി നമുക്ക് പരിശോധിക്കാം. സ്പാനിഷ് ഭാഷയിൽ കൊച്ചുകുട്ടി എന്നാണ് എൽനീനോ എന്ന വാക്കിൻ്റെ അർത്ഥമെങ്കിലും ഭൂമിയിൽ ഇവൻ വിതയ്ക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതല്ല. 2 മുതൽ 7 വർഷം വരെയുള്ള ഇടവേളകളിൽ ശാന്തസമുദ്രത്തിൻ്റെ മധ്യ കിഴക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സമുദ്രജലം അസാധാരണമായി ചൂടാകുന്ന പ്രതിഭാസമാണിത്. പസഫിക് സമുദ്രത്തെ ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ഭീമൻ എഞ്ചിനായി കണക്കാക്കാവുന്നതാണ്. ഈ എഞ്ചിനിലെ താപനിലയിലുണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും ലോകമെമ്പാടുമുള്ള കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ അളവിനെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കും. എൽനീനോ സാഹചര്യങ്ങൾ സുരക്ഷിതമായി നിരീക്ഷിക്കുന്നതിനായുള്ള ശാന്തസമുദ്രത്തിലെ പ്രധാന ഭാഗമായ നീനോ 3.4 മേഖലയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഏറെ ആശങ്കാജനകമാണ്. ഇവിടെ തുടർച്ചയായി സമുദ്രോപരിതല താപനില പ്രതിദിന റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നീനോ 3.4 മേഖലയിലെ ശരാശരി താപനില ഉയർന്ന തോതിലെത്തിയിരിക്കുന്നു. ഇത് സാധാരണ നിലയേക്കാൾ 1.6 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1.8 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ്. സമുദ്ര താപനില സാധാരണയേക്കാൾ 1/2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമ്പോഴാണ് എൽനീനോ രൂപപ്പെട്ടതായി ശാസ്ത്രലോകം കണക്കാക്കുന്നത്. എന്നാൽ ഈ വർധനവ് 1.5 ഡിഗ്രിക്ക് മുകളിലായാൽ അതൊരു ശക്തമായ എൽനീനോ ആയും 2 ഡിഗ്രിക്ക് മുകളിലായാൽ അതൊരു സൂപ്പർ എൽനീനോ ആയും രൂപാന്തരം പ്രാപിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ എൽനീനോകളിൽ ഒന്നായ 2015-16 കാലഘട്ടത്തിലെ സൂപ്പർ എൽനീനോയുടെ പ്രാരംഭഘട്ടത്തിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഉയർന്ന താപനിലയ്ക്കൊപ്പം ഇപ്പോഴത്തെ അവസ്ഥ എത്തി നിൽക്കുന്നു എന്നത് വരാനിരിക്കുന്ന വിപത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സമുദ്രോപരിതലത്തിലെ താപവർദ്ധനവിനോട് അന്തരീക്ഷം ഇതിനകം തന്നെ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുള്ളതിനാൽ സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥകൾ പൂർണ്ണമായും എൽനീനോ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എൽനീനോ എങ്ങനെയാണ് മഴയെ ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വോക്കൽ സർക്കുലേഷൻ എന്ന അതിസങ്കീർണമായ പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കിഴക്കൻ പസഫിക്കിലെ ഉയർന്ന അന്തരീക്ഷ മർദ്ദവും പടിഞ്ഞാറൻ പസഫിക്കിലെ താഴ്ന്ന മർദ്ദവും കാരണം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വീശുന്ന കാറ്റുകളുടെയും അതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ പ്രവാഹങ്ങളുടെയും ശൃംഖലയാണിത്. ഈ കാറ്റുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഏഷ്യൻ വൻകരയിലേക്കും സമൃദ്ധമായി മഴമേഘങ്ങളെ എത്തിക്കുന്നത്. എന്നാൽ എൽനീനോ രൂപപ്പെടുന്നതോടെ പസഫിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തും കിഴക്കൻ ഭാഗത്തും അസാധാരണമാം വിധം ചൂട് വർദ്ധിക്കുകയും ഈ പ്രദേശത്തെ വായു ചൂടായി മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വോക്കൽ സർക്കുലേഷൻ തകിടം മറിയുകയോ ദുർബലപ്പെടുകയോ ചെയ്യുന്നു. കാറ്റിൻ്റെ ഗതി തിരിയുമ്പോൾ ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന ഈർപ്പമുള്ള വായു പസഫിക് സമുദ്രത്തിന് മുകളിൽ തന്നെ മഴയായി പെയ്യുന്നു. ഇത് തെക്കേ അമേരിക്കൻ തീരങ്ങളിൽ വൻ പ്രളയം സൃഷ്ടിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകുന്നു. പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേവലം ഒരു കാലാവസ്ഥാ മാറ്റമല്ല, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും കാർഷിക മേഖലയുടെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും വരെ ജീവനാഡിയാണ്. എൽനീനോയുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ ഇതിനകം തന്നെ വളരെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ജൂൺ ആദ്യവാരം കേരള തീരത്തെത്തിയ മൺസൂൺ പിന്നീട് ഉത്തരേന്ത്യയിലേക്ക് മുന്നേറുന്നതിൽ വലിയ കാലതാമസം നേരിട്ടു. തുടക്കത്തിൽ ചില പ്രദേശങ്ങളിൽ നല്ല മഴ ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് മൺസൂൺ കാറ്റുകളുടെ ശക്തി കുറയുകയും രാജ്യവ്യാപകമായി മഴയുടെ ലഭ്യതയിൽ വലിയ ഇടിവുണ്ടാവുകയും ചെയ്തു. മൺസൂണിൻ്റെ ഈ മെല്ലപ്പോക്കും അനിശ്ചിതത്വവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകരെയാണ്. ഇന്ത്യയിലെ കൃഷിയിടങ്ങളിൽ വലിയൊരു ശതമാനവും ഇപ്പോഴും ജലസേചനത്തിനായി കാലവർഷത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. പ്രധാന വിളകളുടെ വിതയ്ക്കൽ പ്രക്രിയ നടക്കുന്നത് ജൂൺ, ജൂലൈ മാസങ്ങളിൽ ലഭിക്കുന്ന കൃത്യമായ മഴയെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ അനുഭവപ്പെടുന്ന മഴക്കുറവ് വിതയ്ക്കലിനെ വൈകിപ്പിക്കുക മാത്രമല്ല, കാർഷികോൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കാനും അതുവഴി ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിനും കാരണമായേക്കാം.
പസഫിക് സമുദ്രം ചൂടാകുന്നതിൻ്റെ വേഗതയും വ്യാപ്തിയും വളരെ വലുതായതിനാൽ വരും മാസങ്ങളിലെ മൺസൂൺ മഴയെ ഇത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സാമ്പത്തിക വിദഗ്ധരും. എൽനീനോ ഉണ്ടായതുകൊണ്ട് മാത്രം പൂർണ്ണമായൊരു വരൾച്ച ഉണ്ടാകണമെന്നില്ല എന്ന് ചില ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസമായ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമായാൽ എൽനീനോയുടെ ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശരാശരി അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാലവർഷം അവസാനിക്കുന്നത് വരെ ഈ അവസ്ഥ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ എൽനീനോയുടെ കെടുതികളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ തൽക്കാലം മറ്റ് അനുകൂല ഘടകങ്ങളൊന്നും ദൃശ്യമല്ല. കേരളത്തിലെ കാലാവസ്ഥയിൽ സമീപകാലത്തായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എൽനീനോയുടെ സ്വാധീനത്തിൻ്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം ക്രമരഹിതമായ ഒരു മൺസൂൺ കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ജൂൺ മാസത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ശരാശരി മഴയിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചെങ്കിലും മഴയുടെ തുടർച്ച പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു. എൽനീനോ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ സീസണിൽ കേരളത്തിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇതിലേറ്റവും അപകടകരമായ വസ്തുത മറ്റൊന്നാണ്. മഴയുടെ ആകെ അളവ് കുറയുമെങ്കിലും ലഭിക്കുന്ന മഴ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിതീവ്രമായി പെയ്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേഘവിസ്ഫോടനത്തിന് സമാനമായ ഇത്തരം പെട്ടെന്നുള്ള അതിതീവ്ര മഴ കേരളം പോലൊരു സംസ്ഥാനത്ത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കാരണം ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് ഇത് കാരണമാകും. മഴയുടെ ശക്തി കുറയുന്ന ദിവസങ്ങളിൽ കടുത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെടുന്നത് ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യുന്നുണ്ട്. അറബിക്കടലിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മത്സ്യബന്ധന മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മോശം കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരള തീരത്ത് തുടർച്ചയായി മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത് തീരദേശ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നു. എൽനീനോ രൂപപ്പെടുന്നത് 10,000 കിലോമീറ്ററുകൾക്ക് അകലെ ശാന്തസമുദ്രത്തിലാണെങ്കിലും ഭൂമധ്യരേഖാ പ്രദേശത്തിലുണ്ടാകുന്ന ഈ വൻ മാറ്റം ഗൾഫ് മേഖലയെയും വെറുതെ വിടില്ല. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വരും മാസങ്ങളിൽ എൽനീനോ പ്രതിഭാസത്തിന് ഏതാണ്ട് പൂർണ്ണമായ സാധ്യതയുണ്ടെന്ന് UAE ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിലെ കാലാവസ്ഥയെ ഇത് അടിമുടി മാറ്റിയെഴുതും. എൽനീനോ സ്വാധീനമുള്ള വർഷങ്ങളിൽ ഗൾഫ് മേഖലയിൽ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടാറുള്ളത്. UAEയിലെ വേനൽക്കാലം ഇത്തവണ കൂടുതൽ കഠിനമാകുമെന്നാണ് ഇത് നൽകുന്ന സൂചന. ചൂടിനൊപ്പം തന്നെ തീരദേശ നഗരങ്ങളായ ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി അസഹനീയമായ തലത്തിലേക്ക് ഉയരും. ഇത് മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന താപനില വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് സൂര്യാഘാതം ഉൾപ്പെടെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എൽനീനോയുടെ മറ്റൊരു പ്രധാന പ്രത്യാഘാതം ശരത്കാലത്ത് അനുഭവപ്പെടാൻ സാധ്യതയുള്ള അപ്രതീക്ഷിത മഴയാണ്. ചരിത്രപരമായി നോക്കിയാൽ ഇത്തരം ഘട്ടങ്ങളിൽ അറേബ്യൻ ഉപദ്വീപിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ലഭിക്കാറുണ്ട്. എന്നാൽ ഈ മഴ സാധാരണഗതിയിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശാന്തമായ മഴയാകുന്നതിന് പകരം ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തിറങ്ങുന്ന അതിശക്തമായ മിന്നൽ പ്രളയമായി മാറാനാണ് സാധ്യത. അടുത്തിടെയായി UAEയിൽ അനുഭവപ്പെടുന്ന അപ്രതീക്ഷിത മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം മാറ്റങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. രാജ്യത്തിൻ്റെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളും വികസിതമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങളെ നേരിടാൻ ഒരു പരിധിവരെ പര്യാപ്തമാണെങ്കിലും മുൻകരുതലുകൾ അനിവാര്യമാണ്. നിലവിലെ ശാസ്ത്രീയ വിവരങ്ങളും കാലാവസ്ഥാ മോഡലുകളും വിലയിരുത്തുമ്പോൾ 2026 തുടർന്ന് വരുന്ന 2027 ലോക ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോള താപനവും എൽനീനോയും ഒന്നിച്ചു ചേരുമ്പോൾ ഭൂമി സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാകും കടന്നു പോകുക. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി എൽനീനോ പ്രതിഭാസങ്ങളുടെ തീവ്രതയും ആവൃത്തിയും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായി ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം വർദ്ധിക്കുന്ന ഹരിതകൃത വാതകങ്ങളും സമുദ്രത്തിലെ ചൂടുമാണ് ഇതിന് പ്രധാന കാരണം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷിരീതികൾ, ജലസംരക്ഷണ മാർഗങ്ങൾ എന്നിവയെല്ലാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പുനർനിർമ്മിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി ശക്തിപ്പെടുത്തുകയും ലഭ്യമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ വരാനിരിക്കുന്ന വരൾച്ചയെയും അപ്രതീക്ഷിത പ്രളയങ്ങളെയും ഒരുമിച്ച് നേരിടാനും അതിജീവിക്കാനും നമുക്ക് കഴിയൂ. പ്രകൃതി നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ വെറുതെ അവഗണിക്കാനുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുതലോടെയും തയ്യാറെടുപ്പുകളോടെയും ഭാവിയിലേക്ക് ചുവടുവെക്കാനുള്ള വലിയ പാഠങ്ങളാണ്. ഭരണകൂടങ്ങളും സമൂഹവും ഈ വെല്ലുവിളിയെ കൂട്ടായി നേരിടേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.